കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടും അവർക്കൊന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാതെ കൈമലർത്തുകയാണ്. മനുഷ്യനാണ് ഏറ്റവും ഉയർന്ന ജീവജാലമെങ്കിൽ, പരിണാമ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവി മനുഷ്യനാണെങ്കിൽ, മനുഷ്യന് മാത്രം ജന്മനാ യാതൊരു കഴിവുമില്ല എന്ന അവസ്ഥ എങ്ങനെ വന്നു ഭവിച്ചു എന്ന ചോദ്യത്തിന്, മനുഷ്യൻ മാത്രം എന്തുകൊണ്ട് നിസ്സഹായനായി എന്ന ചോദ്യത്തിന്, മനുഷ്യന് മാത്രം നിലനിൽക്കണമെങ്കിൽ വിജ്ഞാനം ആർജിക്കേണ്ടതായി വന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ജീവശാസ്ത്രത്തിൻ്റെ അടുത്ത് ഉത്തരങ്ങളൊന്നുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് അഹങ്കരിച്ചുകൊണ്ട് അവകാശപ്പെട്ട ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്ന് നിന്നെയടക്കമെല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ, അവനെയാണ് ആരാധിക്കേണ്ടത്, അവനാണ് നമ്മുടെ രക്ഷിതാവ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി ആ കൊട്ടാരത്തിൽ വെച്ച് ഈ തമ്പുരാനെ പരിചയപ്പെടുത്തിയപ്പോൾ ഫറോവ പരിഹാസപൂർവം ചോദിച്ചു, ആരാണ് നിങ്ങളുടെ ഈ രക്ഷിതാവ് എന്ന്. അവിടെ അവർ രണ്ടുപേരും പറഞ്ഞ മറുപടി പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു താഹയിൽ 50-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ രക്ഷിതാവ് എല്ലാ ജീവികൾക്കും അവയുടെ പ്രകൃതം നൽകുകയും അവക്ക് വഴികാട്ടിക്കൊടുക്കുകയും ചെയ്ത രക്ഷിതാവാണ്. ഒരു ജീവിയും ഒരു മാർഗദർശനവും അന്വേഷിച്ച് ഏതെങ്കിലും മനുഷ്യൻ്റെ പർണശാലകളിലേക്ക് കയറി വന്നിട്ടില്ല. ഒരു ജീവിയും അതെങ്ങനെ അവക്കിടയിൽ നീതി നിലനിർത്തണമെന്ന് ചോദിച്ച് മനുഷ്യൻ്റെ കോടതിശാലകളിലേക്ക് ആവശ്യമുന്നയിച്ചു വന്നിട്ടില്ല. ഒരു ജീവിയും അവക്കിടയിലുള്ള കുഴപ്പങ്ങൾ തീർക്കാൻ ഒരു പോലീസുകാരൻ്റെ ബറ്റാലിയനെ പറഞ്ഞേക്കാമോ എന്ന് ഒരു കൊട്ടാരത്തിലും പോയി അന്വേഷിച്ച് ചെന്നിട്ടില്ല. ഒരു ജീവിക്കും അവ കൂട് നിർമ്മിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലേക്ക് അപേക്ഷ അയച്ചിട്ടില്ല. ഒരു ജീവിയും അവക്ക് കൃഷി ആവശ്യമുണ്ടെങ്കിൽ ആ കൃഷി ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുവാൻ ഒരു അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവയുടെ പ്രതിനിധികളെ പറഞ്ഞയച്ചിട്ടില്ല. പക്ഷേ അവക്കെല്ലാം മാർഗദർശനം നൽകിയിരിക്കുന്നു. ആ മാർഗദർശന പ്രകാരം ആ ജീവികൾ മുഴുവനും ജീവിച്ചിട്ട് ഈ ഭൂമിയിൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നാം ചിന്തിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 87 ലക്ഷം ജീവിവർഗങ്ങളിൽ 87 ലക്ഷം ജീവിവർഗങ്ങൾ, അവയിൽ കരയിലും കടലിലുമുള്ള വ്യത്യസ്ത ജീവിവർഗങ്ങളിൽ സസ്യങ്ങളെ ഒഴിവാക്കി വച്ചാൽ പോലും വരുന്ന 10-60 ലക്ഷത്തോളം വരുന്ന ജന്തുവർഗങ്ങളിൽ അവയെല്ലാം തിന്നുകയും കുടിക്കുകയും രസിക്കുകയും രമിക്കുകയും ചെയ്ത് സഹസ്രാബ്ദങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും ഭൂമിയിലൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. 65 ലക്ഷം ജീവവർഗങ്ങളിൽ, കരയിൽ ജീവിക്കുന്ന 65 ലക്ഷം ജീവവർഗങ്ങളിൽ ഒരുവിധമെല്ലാം കാട്ടിലാട് എന്ന് നമുക്കറിയാം. ആ കാട്ടിൻ്റെ ക്രമസമാധാന നിലയെക്കുറിച്ച് ഒരിക്കലും മനുഷ്യർക്ക് ആശങ്കിക്കേണ്ടി വന്നിട്ടില്ല. 22 ലക്ഷം ജീവവർഗങ്ങൾ താമസിക്കുന്ന കടലിൽ, ആ കടലിൻ്റെ പരിസ്ഥിതി നാശത്തെക്കുറിച്ച് മനുഷ്യൻ ഇടപെടാത്തിടത്തോളം കാലം ആർക്കും ആശങ്കിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ മനുഷ്യൻ അവൻ ഇടപെട്ടപ്പോൾ ഓസോൺ പാളിക്ക് തുള വീഴുകയാണ്. അവൻ ഇടപെട്ടപ്പോൾ ഭൂമിയിലെ ഹരിതഗേഹ പ്രഭാവത്തിന് പൊലിമ നഷ്ടപ്പെടുകയാണ്. അവൻ ഇടപെട്ടപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. എവിടെയാണ് പ്രശ്നം?
എവിടെയാണ് പ്രശ്നം? എല്ലാവർക്കും പടച്ചവൻ കൊടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയപ്പോൾ, ആ അറിവ് നിർബന്ധിതമായി അവ അനുധാവനം ചെയ്തപ്പോൾ, മനുഷ്യൻ ചെയ്യുന്നതെല്ലാം അവ ചെയ്തിട്ടും മനുഷ്യൻ അവൻ്റെ സാങ്കേതിക വിദ്യകളിലൂടെ കണ്ടെടുത്ത മനസ്സിലാക്കിയ കാര്യങ്ങൾ മുഴുവനും അവയുടെ വിജ്ഞാനത്തിലുണ്ടായിട്ടും അവയുടെ വർത്തനങ്ങൾ വഴി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആധുനിക മനുഷ്യൻ അഹങ്കാരത്തോടുകൂടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതായി പറയപ്പെടുന്ന, നമ്മുടെ എല്ലാം കൈകളിലുള്ള 1, 2, 3 സിം കാർഡുകളുള്ള ടെലഫോൺ, മൊബൈൽ ഫോൺ, അതിൻ്റെ സാങ്കേതിക വിദ്യ അത് നമ്മുടെ തലച്ചോറിന് പ്രശ്നമുണ്ടാക്കുമ്പോൾ, അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ധമനികൾക്ക് കേടുണ്ടാക്കുമ്പോൾ, ഈ സാങ്കേതിക വിദ്യയെക്കാളും സൂക്ഷ്മമായ തലത്തിൽ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ സഹസ്രാബ്ദങ്ങളായി ഇതേ സാങ്കേതിക വിദ്യ വവ്വാലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ്, ഏത് ജീവിയാണെങ്കിലും. പക്ഷേ അവിടെയൊന്നും കുഴപ്പമില്ല, അവിടെയൊന്നും പ്രശ്നമില്ല. എന്നാൽ മനുഷ്യൻ അവന് വിജ്ഞാനം നേടിയെടുക്കുന്നു. ആ നേടിയെടുക്കുന്ന വിജ്ഞാനം അത് മനുഷ്യനെ കുഴപ്പത്തിലേക്ക് നയിക്കുന്നു. ഏത് വിജ്ഞാനീയമാണെങ്കിലും അത് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുവാനും നന്മയിലേക്ക് കൊണ്ടുപോകുവാനും കഴിയുന്നതാണ് എന്നുള്ള വസ്തുത നമുക്കറിയാവുന്നതാണ്. ഏത് വിജ്ഞാനീയം? ആധുനിക കാലഘട്ടത്തിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതാണ് ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ, ആറ്റോമിക് ഫിസിസിസ്റ്റുകളുടെ, ക്വാണ്ടം ഡൈനാമിക്സിൻ്റെ രംഗത്തെ പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐൻസ്റ്റൈൻ പറഞ്ഞ E=mc² എന്ന ഭൗതിക സമവാക്യത്തെ പ്രയോഗവൽക്കരിക്കുന്ന, ആറ്റത്തിനകത്ത്, അണുവിനകത്ത് ഒളിഞ്ഞുകിടക്കുന്ന ഊർജത്തെ ഉപയോഗപ്പെടുത്താമെന്ന്, സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്ന ആ ഊർജത്തിൻ്റെ സ്രോതസ് കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച 1930കളിലെ ശാസ്ത്രലോകം ഏറെ കാതോർത്ത് കിടന്ന പ്രഖ്യാപനം, മനുഷ്യന് ഭൂമിയിലെ ഊർജ പ്രതിസന്ധി എന്നൊരു പ്രശ്നമേ ഇനി ഉണ്ടാകില്ല എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട പ്രഖ്യാപനം. വിവരമായിരുന്നു അത്, വിജ്ഞാനമായിരുന്നു അത്. പക്ഷേ ആ വിജ്ഞാനം റോബർട്ട് ഓപ്പൺഹീമർ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ്റെ തലച്ചോറിലൂടെ പ്രയോഗവൽക്കരിക്കപ്പെട്ട് ലിറ്റിൽ ബോയ് എന്ന് പെൻറ്റഗൺ വിളിച്ച ബോംബായി തീരുകയും ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും 9-ാം തീയതിയും വീഴുകയും ചെയ്തപ്പോൾ ഈ ഊർജം മനുഷ്യരുടെ നാശത്തിനാണ് എന്ന വസ്തുത ലോകത്തിൻ്റെ മുന്നിൽ തെളിയിക്കപ്പെടുകയായിരുന്നു. 2.5 ലക്ഷം മനുഷ്യരെ ഒരു നിമിഷം കൊണ്ട് ചുട്ടുചാമ്പലാക്കുകയാണ് അവിടെ. തലമുറകൾ 3 കഴിഞ്ഞിട്ടും, പതിറ്റാണ്ടുകൾ 6 കഴിഞ്ഞിട്ടും അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക്, പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം വരെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ കണ്ടുപിടുത്തം. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? മനുഷ്യന് വിജ്ഞാനം, അറിവ്, ആ അറിവ് മനുഷ്യൻ്റെ ലോകത്തെത്തിയപ്പോൾ അത് തകർച്ചയുടെ, കുഴപ്പത്തിൻ്റെ,
മനുഷ്യരാശിയുടെ തൻ്റെ വലിയ പ്രശ്നത്തിൻ്റെ, കലാപത്തിൻ്റെ, രക്തച്ചൊരിച്ചിലുകളുടെ വിജ്ഞാനമായി തീരുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കുറിച്ചുള്ള വെർണർ ക്രെയ്ഗിൻ്റെ പഠനങ്ങളും ആ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ജീനോമിക്സ് വലിയൊരു ശാസ്ത്രരംഗത്തെ വലിയ ഒരു കാൽവെപ്പായി പറയപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചത് 2005 ശേഷമായിരുന്നു. മനുഷ്യ ശരീരത്തിലെ ജീനുകളെ മുഴുവനും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യത്തിനുള്ള ജീനുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് എന്ന് നമ്പർ ചെയ്ത് മാപ്പാക്കി തീർക്കുന്നതിനാണ് ജീനോമിക്സ് എന്ന് പറയുക. പരമ്പരാഗതമായി ഉണ്ടാകുന്ന രോഗങ്ങൾക്കെല്ലാം ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ മനുഷ്യനെ സഹായിച്ചേക്കാവുന്ന വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് ജീനോം പദ്ധതി വിശേഷിപ്പിക്കപ്പെടുകയും കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്തതെങ്കിലും അത് ഇന്ന് സാമ്രാജ്യത്വത്തിൻ്റെ പരീക്ഷണശാലകളിൽ ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലെ ആളുകളുടെ സവിശേഷ ജീനുകളെ കണ്ടെത്തി ആ ജീൻ ഉൾക്കൊള്ളുന്ന ആളുകളെ മാത്രം നശിപ്പിക്കുവാൻ ആവശ്യമായ ജനിതക ആയുധങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്ന പഠനത്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ, വിവരം നമുക്ക് ലഭിക്കുമ്പോൾ, മനുഷ്യരാശിക്കുള്ള ഏറ്റവും വലിയ നേട്ടമായി തീരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ജീവശാസ്ത്ര കണ്ടുപിടുത്തം എങ്ങനെ മനുഷ്യർക്ക് മുന്നിലുള്ള വലിയ ഒരു ഭീഷണിയായിത്തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇന്ത്യക്കാരന് കോമൺ ആയിട്ടുള്ള പൊതുവായ ജീനുകൾ ഉണ്ടാകാം. സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം നടക്കുമ്പോൾ ആ കോമൺ ജീൻ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ജീനുകൾ ഉള്ള ആളുകളെ മാത്രം നശിപ്പിക്കുവാൻ ആവശ്യമായ ജീൻ ബോംബ് എന്ന് വിളിക്കാൻ കഴിയുന്ന ജനിതക ആയുധം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ആയുധത്തിൻ്റെ ഉപയോഗം വഴി ആ ആയുധം ഉപയോഗിക്കപ്പെട്ടാൽ ഇന്ത്യക്കാർ മാത്രമേ ലോകത്തെവിടെയാണെങ്കിലും നശിപ്പിക്കപ്പെടുകയുള്ളൂ എന്നിടത്ത് ആ തലത്തിൽ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനാണ് ആ ക്രെയ്ഗ് വെർണറുടെ നേതൃത്വത്തിലുള്ള ജീനോമിക് പദ്ധതിയുടെ റിസൾട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായും പ്രശ്നമായും എഴുന്നേറ്റ് നിൽക്കുന്ന എയ്ഡ്സിനെ കുറിച്ച്, അത് ആഫ്രിക്കൻ കുരങ്ങുകളിൽ നിന്നുണ്ടായതാണ് എന്നും മറ്റ് പല രൂപങ്ങളിലുള്ള കഥകളും നിലനിൽക്കുന്നിടത്ത് ഗവേഷകരായ ഡോക്ടർ ലില്ലി സീകളും ജോസഫ് സീകളും കൂടി തയ്യാറാക്കിയ അവരുടെ ദ ഒറിജിൻ ഓഫ് എയ്ഡ്സ് എന്ന ഗവേഷണ പ്രബന്ധം പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു കഥയാണ്. ആ കഥ ശരിയോ തെറ്റോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ജനിതക ആയുധങ്ങളുടെ അപകടത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ കഥ. മനുഷ്യരിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മാരകമായൊരു ജനിതക രോഗാണുവിനെ കുറിച്ച് ഗവേഷണം നടത്തുവാൻ വേണ്ടി പെൻറ്റഗൺ പരിശ്രമിച്ചിരുന്നു എന്നും അത്തരം ഒരു രോഗാണുവിനെ കണ്ടുപിടിക്കപ്പെട്ടു എന്നും അത് മനുഷ്യരിൽ എങ്ങനെ പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെയുള്ള സാമൂഹ്യ വിരുദ്ധരെ പറഞ്ഞയക്കുന്ന, ഏറ്റവും വലിയ കുറ്റവാളികളെ പറഞ്ഞയക്കുന്ന ഫോർട്ട് ട്രിക് തടവറയിലെ ഏതാനും ജയിൽ പുള്ളികളുടെ ശരീരത്തിൽ അത് പരിശോധിച്ചു എന്നും
അത് പരിശോധിച്ച് 3 മാസം കഴിഞ്ഞാൽ അവരെ വെറുതെ വിടാം എന്ന കണ്ടീഷനോട് കൂടിയാണ് പരിശോധിച്ചത് എന്നും, ഈ 3 മാസത്തിനിടക്ക് ഈ രോഗാണു ജനിതക എഞ്ചിനീയറിങ്ങളിലൂടെ നിർമ്മിക്കപ്പെട്ട രോഗാണു, ആ രോഗാണു അവരുടെ ശരീരത്തിൽ സിംറ്റമുകൾ, രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ തീർച്ചയായും ഇത് വിജയപ്രദമാണ് എന്ന് മനസ്സിലാക്കാമെന്ന് പെൻറ്റഗണിൻ്റെ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചു എന്നും, അവരുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ച് ഈ രോഗാണു യാതൊരു രോഗലക്ഷണവും പ്രകടിപ്പിക്കാതെയായപ്പോൾ ഇതൊരു പരാജയമാണ് എന്നവർ വിചാരിച്ചുവെന്നും, ജയിൽ പുള്ളികളോട് നൽകിയ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ 6 മാസം കഴിഞ്ഞപ്പോൾ പുറത്തുവിട്ടു എന്നും, അങ്ങനെ പുറത്തുവിട്ടപ്പോൾ അവർ സ്വാഭാവികമായും അധോലോകത്തിലേക്ക് പോയി എന്നും, അധോലോകത്തിലെ അവരുടെ സ്വവർഗരതിയിലൂടെയും അല്ലാത്ത അധാർമികമായ രതികളിലൂടെയുമെല്ലാം ഉറങ്ങിക്കിടന്നിരുന്ന അവരുടെ ശരീരത്തിലെ ഈ രോഗാണുവിനെ മറ്റുള്ളവർക്ക് അവർ സംപ്രേഷണം ചെയ്തുവെന്നും, പെൻറ്റഗണിൻ്റെ ശാസ്ത്രജ്ഞന്മാരെ ഞെട്ടിച്ചുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമാണ് ഈ രോഗാണു അതിൻ്റെ സിംറ്റമുകൾ, രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് എന്നും, അങ്ങനെ പ്രകടിപ്പിക്കുവാൻ ആരംഭിച്ചപ്പോഴേക്ക് ഒരു വലിയ വ്യാധിയായി അത് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞിരുന്നുവെന്നും ആണ് ഈ 2 ഗവേഷകന്മാർ അവരുടെ ഗവേഷണ പ്രബന്ധത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം, മനുഷ്യൻ്റെ വിജ്ഞാനീയങ്ങളെ എങ്ങനെ മനുഷ്യവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് വിജ്ഞാനീയങ്ങൾ എങ്ങനെ ഉപയോഗിക്കപ്പെടണം എന്ന വിഷയത്തിലുള്ള കൃത്യമായ മാർഗദർശനം ആവശ്യമാകുന്നത്. അവസാനത്തെ പ്രവാചകൻ, മുമ്പ് കടന്നു വന്ന ആയിരക്കണക്കിന് പ്രവാചകന്മാരുടെ തുടർച്ചയായി കടന്നു വന്ന ദൈവദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന് ലോകത്തിലേക്ക് നിയോഗിച്ചുകൊണ്ട് സർവേശ്വരനായ തമ്പുരാൻ അല്ലാഹു ആദ്യമായി അവതരിപ്പിച്ചു കൊടുത്ത അവസാനത്തെ വേദഗ്രന്ഥത്തിലെ ആദ്യത്തെ വചനങ്ങൾ ആരംഭിക്കുന്നത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കണം. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കണം. വിജ്ഞാനീയങ്ങളുടെ സ്രോതസ്, വിജ്ഞാനീയങ്ങളുടെ അടിത്തറ, സൃഷ്ടികർത്താവായ തമ്പുരാനെക്കുറിച്ച് അറിവാകാത്തിടത്തോളം കാലം ആ വിജ്ഞാനീയങ്ങൾ, വിവരങ്ങൾ എത്ര വലിയ പൊടിപ്പും തൊങ്ങലുമുള്ളതാണെങ്കിലും മനുഷ്യവിരുദ്ധമാകും എന്നതിന് ചരിത്രം നൽകുന്ന തെളിവുകളെ സാക്ഷീകരിക്കുകയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ. ഏതറിവാണെങ്കിലും അത് പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടല്ല ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ അത് തകർച്ചയിലേക്കായിരിക്കും മനുഷ്യരെ നയിക്കുക എന്ന വിജ്ഞാനം. നമുക്കറിയാമല്ലോ, ഇന്ന് അറിവിൻ്റെ വാതായനങ്ങൾ നമ്മുടെ മേശപ്പുറത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇൻ്റർനെറ്റിലൂടെയുള്ള ഇൻഫർമേഷൻ ഹൈവേ സൃഷ്ടിച്ച വൈജ്ഞാനിക വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞു തരേണ്ടതില്ല ആർക്കും. ലോകത്തെവിടെയുമുള്ള അറിവ് സ്വന്തം മേശപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അവസ്ഥാവിശേഷം, ഏത് തരത്തിലുമുള്ള വൈജ്ഞാനീയങ്ങളിലൂടെ ആർക്കും ഊളിയിട്ടിറങ്ങാൻ കഴിയുന്ന അവസ്ഥാവിശേഷം, ലോകം ചെറുതായി
ഒരു ചെറിയ ആഗോള ഗ്രാമമായി തീരുന്ന വൈജ്ഞാനിക രംഗത്ത് വലിയ വിസ്ഫോടനം. പക്ഷേ ആ വിസ്ഫോടനം വൈജ്ഞാനിക രംഗത്ത് ഉപയോഗപ്പെടുത്തപ്പെടേണ്ട ഈ വിസ്ഫോടനം ഇന്ന് ഉപയോഗപ്പെടുത്തപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിവുള്ളതാണ്. ലോകത്തിലെ മാന്യതയുള്ള രാജ്യങ്ങളെല്ലാം ഫിൽറ്ററുകൾ സൃഷ്ടിച്ച് വൃത്തികെട്ട സൈറ്റുകളിലേക്ക് പുതിയ തലമുറയുടെ കണ്ണുകൾ പോകരുത് എന്ന് കരുതുമ്പോഴും അതിനേക്കാൾ ആ ഫിൽറ്ററുകൾ തോൽപ്പിക്കാൻ കഴിയുന്ന വൈറസുകൾ സൃഷ്ടിച്ച് ഹാക്കർമാർ ആ ലോകത്ത് വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ നല്ലൊരു ശതമാനം നന്മക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ 3 ഇരട്ടിയോളം തിന്മക്ക് വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. അനൗദ്യോഗികമായ കണക്കുകൾ എത്ര എന്ന് നമുക്കറിയില്ല. തിന്മ എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കുന്ന, മുസ്ലിങ്ങൾ വിചാരിക്കുന്ന തിന്മയല്ല, മറിച്ച് അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്ന തിന്മക്ക് വേണ്ടി ആണ് 2 ഭാഗവും ഉപയോഗിക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ അവൻ്റെ വീക്ഷണത്തിൽ ഗാംബ്ലിംഗ് തിന്മയല്ല, അവൻ്റെ വീക്ഷണത്തിൽ ചൂതാട്ടം തിന്മയല്ല, അവൻ്റെ വീക്ഷണത്തിൽ അതേപോലെ തന്നെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള നഗ്നതാ പ്രദർശനമൊന്നും തിന്മയല്ല. അവൻ്റെ വീക്ഷണത്തിൽ പച്ചയായ ഒരു നൂൽബന്ധം പോലുമില്ലാത്ത രൂപത്തിൽ സ്ത്രീ പുരുഷന്മാർ നടത്തുന്ന കാമക്കേളികൾ മാത്രമാണ് അവൻ്റെ തിന്മയുടെ ലിസ്റ്റിൽ കടന്നു വരുന്നത്. ആ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് വൈജ്ഞാനിക വിസ്ഫോടനം എവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇവിടെയാണ് വിജ്ഞാനത്തെ മനുഷ്യൻ്റെ വിമോചനത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൽകിയ മറുപടി പ്രസക്തമാക്കുന്നത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട 1-ാമത്തെ വചനം മുതൽ ഈ വിജ്ഞാനത്തെ മനുഷ്യരുടെ വിമോചനത്തിന് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായ മാർഗദർശനം നൽകുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാനു മാ ലം യഅലം. വല്ലാത്ത പദങ്ങളാണിവ. മനുഷ്യർ സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ നാമത്തിൽ, അവനെ സൃഷ്ടിച്ച അവൻ്റെ നാഥൻ്റെ നാമത്തിൽ, അവന് നാഗരികത പഠിപ്പിച്ച അവൻ്റെ നാഥൻ്റെ നാമത്തിൽ, അവന് പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ച അവൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കട്ടെ, പഠിക്കട്ടെ, അറിയട്ടെ, വിജ്ഞാനത്തിൻ്റെ വിഹായുസിലേക്ക് കടന്നു പോകട്ടെ. എങ്കിൽ ഈ വിജ്ഞാനം മാനവികമാകും, നന്മക്ക് വേണ്ടിയാകും. അല്ലെങ്കിലോ അത് തിന്മക്കാകും, കുഴപ്പമാകും അതിൻ്റെ ഫലം. ആ വിജ്ഞാനം, ഭൗതിക വിജ്ഞാനം, അത് നേടിയെടുക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ ആ വിജ്ഞാനത്തിലൂടെ എത്തേണ്ട ആത്യന്തിക വിജ്ഞാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് നൽകുകയാണ്. ഖുർആൻ പറഞ്ഞു മനുഷ്യരോട്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. ഖുർആനിലെ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ആശയിലെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അവർ നോക്കുന്നില്ലേ ഒട്ടകത്തിലേക്ക് അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെന്ന്? അവൻ നോക്കുന്നില്ലേ ആകാശലോകത്തേക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന്? അവർ നോക്കുന്നില്ലേ പർവ്വതങ്ങളിലേക്ക് അവയെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടുവെന്ന്? അവർ നോക്കുന്നില്ലേ ഭൂമിയിലേക്ക് അതെങ്ങനെ വിധാനിക്കപ്പെട്ടു എന്ന്? ഇതെല്ലാം നോക്കി മനസ്സിലാക്കി
ഈ സൃഷ്ടികർത്താവിൻ്റെ അസ്തിത്വത്തെ അറിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെ പഠിച്ച്, ഈ ഭൂമിയെ പഠിച്ച്, ഭൂമിയിലെ ജീവജാലങ്ങളെ പഠിച്ച്, ആകാശലോകത്തെ പഠിച്ച്, ഭൂമിയിൽ പടച്ചവരുണ്ടാക്കിയ സൗകര്യങ്ങളെക്കുറിച്ച് പഠിച്ച്, ആ സൃഷ്ടികർത്താവിനെ അറിയേണ്ട മനുഷ്യനോട് ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, ആ മനുഷ്യൻ്റെ വൈജ്ഞാനിക വിഹായുസ്സിൽ അവിടെ കൃത്യമായ മാർഗദർശനം വേണം. ആ മാർഗദർശനം കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് പ്രവാചകനെ നിർവഹിക്കാനുള്ളത്. അവർക്ക് നീ ഉത്ബോധനം ചെയ്യുക, നീ ഉത്ബോധകൻ മാത്രമാണ്. വൈജ്ഞാനിക വിഹായുസ്സിലൂടെ പോകുന്ന മനുഷ്യൻ, ഭൗതിക പഠനത്തിന് വേണ്ടി ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ആത്യന്തികമായി അറിയേണ്ട യാഥാർത്ഥ്യം, ഈ പ്രപഞ്ച പഠനത്തിൽ നിന്ന് തന്നെ എത്തുന്ന യാഥാർത്ഥ്യം അതെന്താണ്? സർവലോകരക്ഷിതാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള സത്യം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണം, തീർച്ചയായും അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന തത്വം, യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങൾ മുഴുവനും നമുക്ക് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്ന യാഥാർത്ഥ്യം. പ്രപഞ്ച പഠനം നമ്മളെ എത്തിക്കുന്ന വസ്തുത. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ. ആ സൃഷ്ടാവിനെ അറിഞ്ഞാൽ, ആ സൃഷ്ടാവിനെ മനസ്സിലാക്കിയാൽ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രവാചകന് ദൗത്യമുണ്ട്. അവർക്ക് ഉത്ബോധനം നൽകണം. ഉത്ബോധകനാണ് നീ, അവരെ നിർബന്ധിക്കുന്നവനല്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറിയുള്ള ആഗമനത്തിലുമെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതെല്ലാം പഠിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അവരാരാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അതേ, അവർ നിന്നും ഇരുന്നും കിടന്നുമെല്ലാം അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്. തൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കുന്ന മനുഷ്യന്, അവൻ ആത്മാർത്ഥമായാണ് പഠിക്കുന്നതെങ്കിൽ, അവൻ നിന്നാലും ഇരുന്നാലും കിടന്നാലുമെല്ലാം അവൻ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ മുഴുവനും സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവ്, ബോധം അവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയും, ആ ബോധം ആ സൃഷ്ടാവിനെക്കുറിച്ചുള്ള സ്മരണയായിത്തീരുകയും, ആ സ്മരണ അവനെ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് പടച്ചവനെ നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, എൻ്റെ ആത്യന്തികമായ രക്ഷയിലേക്ക് നീ എന്നെ നയിക്കണമേ എന്ന പ്രാർത്ഥന സ്വാഭാവികമായി ഉണ്ടാകും. അറിവ് മനുഷ്യനെ നയിക്കേണ്ടത് അങ്ങോട്ടാണ്. ഭൗതികമായ അറിവ്, ആകാശഭൂമികളെക്കുറിച്ചുള്ള അറിവ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവ് അങ്ങോട്ട് നയിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ കൃത്യമായ രംഗങ്ങളിലുള്ള മാർഗദർശനം അവന് ആവശ്യമുണ്ട്. ആ മാർഗദർശനം അവൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലഭിക്കുന്ന മാർഗദർശനമല്ല. അവൻ്റെ കണ്ണിലൂടെ എത്ര അന്വേഷിച്ചാലും കണ്ണ് അവന് ഈ ചുറ്റുപാടിനെക്കുറിച്ചുള്ള അവന് ലഭിക്കുന്ന വിവരങ്ങളിൽ 83% നൽകുന്ന അത്ഭുതകരമായ അവയവമാണ് കണ്ണെങ്കിലും ആ വിവരത്തിൽ ഒരിക്കലും ധർമ്മമെന്താണ് അധർമ്മമെന്താണ് എന്ന തിരിച്ചറിവ് കണ്ണിലൂടെ ലഭിക്കുന്ന അറിവിൽ അവന് ലഭ്യമല്ല. കാതിലൂടെയാണ് അവന് ലഭിക്കുന്ന അറിവിൻ്റെ 11% കടന്നു പോകുന്നതെങ്കിലും കാതിലൂടെ ലഭിക്കുന്ന ഭൗതികമായ വിജ്ഞാനീയങ്ങളിൽ നിന്ന് ധർമ്മമെന്താണ് അധർമ്മമെന്താണ് എന്ന്, സത്യമെന്താണ് അസത്യമെന്താണ് എന്ന് അവന് തിരിച്ചറിയാൻ കഴിയില്ല. അവൻ്റെ തൊലിയിലൂടെയാണ് അവന് ലഭിക്കുന്ന അറിവിൻ്റെ 3.5% അവന് ലഭിക്കുന്നത് എങ്കിലും അതിൽ നിന്നും അവന്
നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. 1.5% അറിവ് ലഭിക്കുന്ന മൂക്കിനോ 1% അറിവ് ലഭിക്കുന്ന നാവിനോ ഇവയെല്ലാം ലഭിക്കുന്ന അറിവിനെ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്ന തലച്ചോറിനോ നന്മയും തിന്മയും എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി തരുവാൻ സാധ്യമല്ല. അവിടെയാണ് ഒരു പുതിയ അറിവിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണം ആരംഭിക്കുന്നത്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും ത്വക്കുകൊണ്ടും നേടാൻ കഴിയാത്ത, ഇവ നൽകുന്ന വിജ്ഞാനങ്ങളെ അപഗ്രഥിക്കുന്ന തലച്ചോറിന് ചെന്നെത്താൻ കഴിയാത്ത അടിസ്ഥാനപരമായ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവാണ് വെളിപാടുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവ്, സട്ടാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവ്. പ്രവാചകന്മാരിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ നിവർത്തിവെക്കപ്പെട്ട അറിവ് ആ അറിവാണ്. അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട അറിവ് ആ അറിവാണ്. ആ അറിവ് മനുഷ്യനെ എന്ത് നന്മ എന്ത് തിന്മ എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. ആ അറിവ് ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ മനുഷ്യരെ നയിക്കുന്നു. ആ അറിവിൻ്റെ അടിസ്ഥാനം പടച്ചതമ്പുരാൻ്റെ വെളിപാടാണ്. ആ വെളിപാട് പടച്ചവൻ്റെ വചനങ്ങളാണ് ഒന്നാമത്തേത്. പടച്ചവൻ്റെ വെളിപാടിലെ ഒന്നാമത്തേത് സട്ടാവ് നമ്മളുമായി സംസാരിച്ച പടച്ചവൻ്റെ വചനങ്ങളാണ്. ആ പടച്ചവൻ്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഖുർആൻ സ്വയം ദൈവീകമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ്. അവതരിപ്പിക്കപ്പെട്ട അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ്. അബദ്ധങ്ങളൊന്നുമില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ്. വൈരുദ്ധ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ വെല്ലുവിളിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ്. അതിലൊരധ്യായത്തിന് തുല്യമായൊരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് മനുഷ്യരെ വെല്ലുവിളിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ്. ശാസ്ത്രത്തിനോ സാങ്കേതിക ശാസ്ത്രത്തിനോ ചരിത്ര പഠനങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരുവിധ സ്ഖലിതങ്ങളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരേ ഒരു ഗ്രന്ഥമാണ്. ധർമാധർമ്മങ്ങളെ കൃത്യമായി വ്യവച്ഛേദിക്കുന്ന നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ്. മനുഷ്യരുടെ ആത്യന്തികമായ ലക്ഷ്യമായ മരണാനന്തര ജീവിതത്തിൻ്റെ സ്വർഗപ്രവേശത്തിന് എന്തുണ്ട് മാർഗമെന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ആ ഖുർആൻ. ആ ഖുർആൻ മനുഷ്യരുടെ വിജ്ഞാനത്തിൻ്റെ ആത്യന്തികമായ അറിവുകളെ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം അത് ദൈവീകമാണോ നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ സ്രോതസ് പടച്ചവനിൽ നിന്നുള്ളതാണോ നമുക്ക് അന്വേഷിക്കാം. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവ്വലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അബദ്ധങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഇല്ല, ഒരബദ്ധവുമില്ല, ഇല്ല ഒരു വൈരുദ്ധ്യവുമില്ല. അതുതന്നെയാണ് ഖുർആൻ ദിവ്യമായ വെളിപാടാണ് എന്നതിനുള്ള തെളിവ്. ഈ ഖുർആനാകട്ടെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിലൂടെ ആണയിട്ടുകൊണ്ട് പടച്ചവൻ പറയുന്നു, തീർച്ചയായും ഈ ഖുർആൻ, ഇന്ന ഹാദൽ ഖുർആൻ, സംശയമൊന്നുമില്ല, ഈ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ, ഏറ്റവും നന്മ നിറഞ്ഞ, ഏറ്റവും നല്ല, ഏറ്റവും സംശുദ്ധമായ പാതയിലൂടെ മനുഷ്യരെ നയിക്കുന്നു. ഈ ഖുർആൻ നയിക്കുന്ന പാതയേക്കാൾ നല്ലൊരു പാത കാണിച്ചു തരാൻ ഒരാൾക്കും സാധ്യമല്ല. ആ ഖുർആൻ നൽകുന്ന വിജ്ഞാനം അത് പരീക്ഷണാത്മകമല്ല. ഖുർആൻ പരീക്ഷണാത്മകമാണ്. അത് ദൈവികമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതേത് മാനദണ്ഡം ഉപയോഗിച്ചും പരിശോധിക്കാം. ആധുനികമോ പുരാതനമോ ആയ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാം.
ശാസ്ത്രത്തിൻ്റെയോ ചരിത്രത്തിൻ്റെയോ ധർമ്മശാസ്ത്രത്തിൻ്റെയോ സാങ്കേതിക വിദ്യയുടെയോ ചരിത്ര വിജ്ഞാനീയങ്ങളുടെയോ ചരിത്ര രചനാശാസ്ത്രത്തിൻ്റെയോ ധർമ്മശാസ്ത്രത്തിൻ്റെയോ വേദവിജ്ഞാനീയങ്ങളുടെയോ ഏതേത് മാനദണ്ഡം ഉപയോഗിക്കാം. അവിടെ ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചാൽ നമ്മൾ തീർച്ചയായും അത് പരിശോധിക്കുന്നവൻ തീർച്ചയായും പറഞ്ഞു പോകും അലിഫ് ലാം മീം തൻസീലൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് സംശയമൊന്നുമില്ല സർവലോക രക്ഷിതാവിൽ നിന്നാണ് എന്ന്. അങ്ങനെയുള്ള ഗ്രന്ഥം, ആ ഗ്രന്ഥം ഗ്രന്ഥരൂപത്തിൽ ഇങ്ങോട്ട് കടന്നു വന്നതാണോ? അല്ല. നീണ്ട 23 വർഷക്കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. ആ ഗ്രന്ഥമനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് ഒരു പുരുഷായുസ് കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരികയും ചെയ്തു. ആ പ്രവാചകന്റെ ജീവിതം അടുത്ത വെളിപാടാണ്. മുഹമ്മദ് നബി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയല്ല ചെയ്തത്, മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പറയുന്നത്, മറിച്ച് സർവശക്തനായ തമ്പുരാന്റെ വെളിപാടിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രവാചകന്റെ വാക്കുകളും പ്രവാചകന്റെ പ്രവർത്തനങ്ങളും പ്രവാചകന്റെ അനുവാദങ്ങളും ഇവ പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായിരുന്നു. ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു. ആ പ്രവാചകൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 23 വർഷക്കാലഘട്ടത്തിലെ പ്രവാചക ജീവിതത്തിൻ്റെ ഉജ്ജ്വലമായ ധവളമയാർന്ന പ്രവാചകന്റെ ജീവിതത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടുമായി പറഞ്ഞു, ഇതാ ഈ പ്രവാചകരിലെ നിങ്ങൾക്ക് അത്യുത്തമമായ മാതൃകയുണ്ട് എന്ന്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അത്യുത്തമമായ മാതൃക. ഈ പ്രവാചകനിൽ അത്യുത്തമമായ മാതൃക. വെല്ലുവിളിക്കാൻ തയ്യാറുള്ളവരുണ്ടോ ലോകമേ? ഈ പ്രവാചകനെ വിചാരണ ചെയ്യാൻ സന്നദ്ധതയുള്ളവരുണ്ടോ ലോകമേ? എങ്കിൽ അവർ തയ്യാറാകട്ടെ. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അവർ വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ ആർക്കും ആ പ്രവാചക ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ ഒരു അംശത്തിലെങ്കിലും ഒരു കറുത്ത പുള്ളി, ഒരു തിന്മയുടെ പുള്ളി കാണാൻ സാധ്യമല്ല എന്നുള്ളത് സത്യം. പടച്ചതമ്പുരാൻ സംരക്ഷിച്ച പ്രവാചകന്റെ ജീവിതം, ഇത് വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം. അതുകൊണ്ടാണ് ഹദീസ് സുന്നത്ത് പടച്ചവൻ്റെ വെളിപാടാണെന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പടച്ചവൻ്റെ വചനങ്ങളാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പടച്ചവൻ്റെ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവാചകന്റെ വചനങ്ങളും പ്രവാചകന്റെ ജീവിതവും പ്രവാചകന്റെ അനുവാദവുമാണ്. രണ്ടും വെളിപാട് തന്നെ. ഒന്ന് പടച്ചവൻ്റെ തന്നെ പദങ്ങളാണ്, മറ്റൊന്ന് പടച്ചവൻ്റെ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവാചകന്റെ പദങ്ങളോ പ്രവാചകന്റെ ജീവിതമോ പ്രവാചകന്റെ അനുവാദമോ ആണ്. ഇവ രണ്ടും ആത്യന്തികമായ മനുഷ്യൻ്റെ വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സാണ്. നേരത്തെ പറഞ്ഞ ഇന്ദ്രിയ വിജ്ഞാനം, ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള അറിവ്, അതിൻ്റെ അപഗ്രഥനം തലച്ചോറിൻ്റെ പരിധി വിട്ടുകഴിഞ്ഞാൽ ആ പരിധി വിടുന്ന വിഷയങ്ങളിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രവാചക വചനങ്ങളുടെ ദിവ്യമായ വെളിപാടുകളുടെ പ്രസക്തി. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യനെത്തിച്ചേരാൻ സാധ്യമല്ലാത്ത ലോകത്തെക്കുറിച്ച വിവരം സർവ്വലോക രക്ഷിതാവായ